ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് മറ്റെങ്ങൊന്നുമല്ല, ബഹറിൽ നിന്നാണ്. ബഹറിനിലെ ഏറ്റവും വലിയ പള്ളി, ബഹറിൽ മാത്രമല്ല മിഡിൽ ഈസ്റ്റിൽ തന്നെ ഏറ്റവും വലിയ കത്തോലിക്ക പള്ളി ഒന്ന് വിസിറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മനോഹരമായ കാഴ്ചകളിലേക്കും അതിൻ്റെ മനോഹരമായ എല്ലാ ദൃശ്യങ്ങളിലേക്കും എല്ലാവർക്കും സ്വാഗതം. ബഹറിനിലെ അവാലി എന്ന സ്ഥലത്താണ് ഈ കത്തീഡ്രൽ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് ബഹറിനിലെ നമ്മുടെ അവോണയുടെ ബിഷപ്പ് സ്റ്റേ ചെയ്യുന്നതും ബിഷപ്പിൻ്റെ ആസ്ഥാന മന്ദിരവും ഈ അവാലിയിലുള്ള ഈ ബഹറിൻ കത്തീഡ്രൽ ചർച്ചാണ്. അവോണ എന്ന് പറഞ്ഞാൽ ഗൾഫിൽ 2 രൂപതകളാണ് ഉള്ളത്. ഒന്ന് അപ്പോസ്തോലിക് വികാരിയത്ത് ഓഫ് നോർത്തേൺ അറേബ്യയും മറ്റേത് അവോസ അപ്പോസ്തോലിക് വികാരിയത്ത് ഓഫ് സദേൺ അറേബ്യയും. അവോണയിൽ കുവൈറ്റ്, ബഹ്റിൻ, ഖത്തർ, സൗദി എന്നീ രാജ്യങ്ങളും, അവോസയിൽ ഒമാന്, UAE അതുപോലെ തന്നെ യമൻ എന്നീ രാജ്യങ്ങളുമാണ് ഉള്ളത്. ജീസസ് യൂത്ത് കുവൈറ്റിൻ്റെ 25ാം വാർഷികത്തോട് അനുബന്ധിച്ച് ഒരു പിൽഗ്രിമേജിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ് ഇന്നത്തെ എൻ്റെ ഈ കത്തീഡ്രൽ പള്ളി വിസിറ്റ്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ പള്ളിയാണ് ഇതെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇതിൽ ഏകദേശം 5000-ഓളം ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. ബഹ്റിനിൽ മറ്റ് 2 കത്തോലിക്ക ദേവാലയം കൂടിയുണ്ട്. ഇത് 3ാമത്തെ പള്ളിയാണ്. പക്ഷേ ഇത് ഇടവക പള്ളിയായിട്ടല്ല അറിയപ്പെടുന്നത്. ഇത് 4 രാജ്യങ്ങളുടെയും, അതായത് അപ്പോസ്തോലിക് വികാരിയത്ത് ഓഫ് നോർത്തേൺ അറേബ്യയുടെ കത്തീഡ്രൽ പള്ളിയായിട്ടാണ് അറിയപ്പെടുന്നത്. ഐക്കണുകളും ചുവർചിത്രങ്ങളും ഒക്കെ കൊണ്ട് വളരെ മനോഹരമായിട്ടാണ് ഈ പള്ളിയിലെ ഓരോ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതാണ് മനോഹരമായ അൾത്താര. ഫ്രാൻസിസ് മാർപ്പാപ്പ ബഹ്റിനിൽ വന്നപ്പോൾ ഈ പള്ളിയിൽ വിസിറ്റ് ചെയ്യുകയുണ്ടായി. അൾത്താരയുടെ ഇടത്തെ സൈഡിൽ അറേബ്യൻ മാതാവിൻ്റെ ഒരു വളരെ മനോഹരമായിട്ടുള്ള സ്റ്റാച്ചുവും കൂടാതെ തന്നെ ഒത്തിരി വിശുദ്ധരുടെ തിരുശേഷിപ്പുകളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വിശുദ്ധ കുരിശിൻ്റെ തിരുശേഷിപ്പ് വരെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയധികം തിരുശേഷിപ്പുകൾ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒന്നിച്ച് കാണുന്നതും കൂടാതെ തന്നെ അതിൽ തൊട്ട് പ്രാർത്ഥിക്കുന്നതുമൊക്കെ. അപ്പോൾ ഇത് ജീവിതത്തിൽ ഒരു വലിയൊരു ബ്ലെസ്സഡ് മൊമെൻ്റ് ആയിരുന്നു. എല്ലാ തിരുശേഷിപ്പുകളുടെയും അടുത്ത് അത് ആരുടെയാണെന്ന് കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് മാർപ്പാപ്പ ബ്ലെസ് ചെയ്ത് കൊടുത്ത പള്ളിയുടെ ആ മൂലക്കല്ലാണ്. ഇതിവിടെ ഒരു ഗ്ലാസ്സിൽ വെച്ച് നമുക്ക് കാണാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പള്ളിയുടെ അകത്തെ ഭാഗത്തെ മനോഹരമായ ഐക്കണുകളുടെ ഒരു വീഡിയോ ആണ്. വളരെ മനോഹരമായിട്ട് ഈശോയുടെ ജനനം മുതൽ ഉദ്ധാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഐക്കണുകളാൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഇത് കൊയറുകാർക്ക് ഇരിക്കാനുള്ള സൈഡാണ്. ഇത് പള്ളിയുടെ വലത്ത് വശത്താണ്. അതുകൂടാതെ തന്നെ വലത്ത് വശത്ത് അതിമനോഹരമായിട്ടുള്ള ഒരു ചാപ്പലും ഉണ്ട്. അവിടെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. പള്ളി സ്ഥിതി ചെയ്യുന്നത് സിറ്റിയുടെ തിരക്കിൽ നിന്നൊക്കെ മാറി വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലത്താണ്. ഈ പള്ളിക്ക് മനോഹരമായിട്ടുള്ള ഒരു ബാൽക്കണിയും അവിടെ ഒത്തിരി ആൾക്കാർക്ക് ഇരിക്കാം. അതുകൂടാതെ തന്നെ അതിൻ്റെ താഴെ നല്ലൊരു ബേസ്മെൻറ്റും ഒക്കെ ഉണ്ട്. കുരിശിൻ്റെ വഴിയുടെ സ്റ്റാച്യൂസുകളൊക്കെ ഇതിൻ്റെ ചുവരുകളിൽ വളരെ മനോഹരമായിട്ട് തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് പള്ളിയിൽ നിന്നും പുറത്തിറങ്ങുന്ന സ്ഥലമാണ്. ഇവിടെ ഹോളി വാട്ടറൊക്കെ നമുക്കായിട്ട് അവൈലബിൾ ആണ്. കൂടാതെ തന്നെ നല്ലൊരു വിസിറ്റേഴ്സ് ഡയറിയും അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ പള്ളി വിസിറ്റ് ചെയ്യുന്ന നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വിസിറ്റേഴ്സ് ഡയറിയിൽ അവരുടെ സന്തോഷവും അതുപോലെ തന്നെ ആ ബ്ലെസ്സഡ് മൊമെൻറ്റിൻ്റെ എക്സ്പീരിയൻസും ഒക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. ഒത്തിരി നാളത്തെ ആഗ്രഹവും പ്രാർത്ഥനയും ഒക്കെ ആയിരുന്നു ഈ പള്ളിയിൽ നിന്ന് വരിക എന്നുള്ളത്. ഒരിക്കലും ദൈവാനുഗ്രഹത്താൽ സാധിച്ചു. കൂടാതെ തന്നെ അവിടുത്തെ ഡയറക്ടർ അച്ഛനെയും മീറ്റ് ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചു. ആദിമ നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനിറ്റിയുടെ തിരുശേഷിപ്പുകൾ ഇന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ബഹ്റിൻ. വീണ്ടും വരണമെന്ന ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടി ബൈ ബൈ.